ഇന്ന് ഏതായാലും പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതേ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പുളി പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ജാതിക്കയും അത്യാവശ്യം ഒന്നും മൂത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതേ നമ്മുടെ കുടംപുളി എടുത്ത് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഞാനത് കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതേ. കുടംപുളി കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടേക്കണം. കാരണം അതിൻ്റെ പശയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളൊരു 1-2 എടുത്തിട്ടുള്ളൂ പുളി. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 പുളിയൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ പഴുത്ത് വീണതാണ്, ഇന്ന് തന്നെ വീണത് കിട്ടിയതാണ്. അപ്പോൾ അതേതായാലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരും. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് ഇതുപോലെ വേപ്പിലയും കൂടിയിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഉലുവ പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉലുവ മുരിഞ്ഞപ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ പൊടിച്ചും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കായം പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഇളക്കി അതൊന്നും മൂത്ത് വരണം. മുളക് പൊടി ഇട്ട് അപ്പം തന്നെ നമ്മൾ പുളി ആഡ് ചെയ്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതേ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളി ഇത്ര ചെറുതാക്കണമെന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലൊക്കെ അരിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ നമുക്ക് അരിയാം. അങ്ങനെ നമ്മുടെ പുളി അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പേരി കാച്ചാനായിട്ട് പരിപ്പാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പ് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ മുളകും വേപ്പിലയും വറ്റൽ മുളകൊക്കെ ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ശരിക്കും മുളകിൻ്റെ ഒരു കിരികിരി സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മൂത്തതായിട്ട് നോക്കാം. അങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുറച്ച് പരിപ്പിൻ്റെ ചാറ് ചിലവർക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാച്ചിയത് മാറ്റി വെച്ചതാണ്. അങ്ങനെ പരിപ്പ് ഉപ്പേരിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചാറ് വേണ്ടാത്ത രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പരിപ്പും ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് നമ്മുടെ വെള്ളൂരി മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മുടെ മീനും കൂടെ ഒന്ന് വറുക്കാൻ വയ്ക്കാം. അങ്ങനെ മീൻ കറി നമ്മൾ വെക്കുന്നില്ല, ചോറിൽ മിക്സ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മീൻ വറുത്തത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് എണ്ണം വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളൂരി ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മുരിയാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ചക്കക്കുരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും വേപ്പിലയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചക്കക്കുരു അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരുവും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഉപ്പേരികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പരിപ്പും അതുപോലെ തന്നെ ചക്കക്കുരും പിന്നെ അച്ചാറും മീൻ വറുത്തതും പിന്നെ ഇഞ്ചമ്പുളി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് വാഴലൊക്കെ വെട്ടി വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കുത്തിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചോറ് വിളമ്പി കൊടുക്കാം. ഇനി നമുക്ക് കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചക്കക്കുരു ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും പിന്നെ നമ്മുടെ കുടപ്പുളി അച്ചാറും പിന്നെ ഇഞ്ചമ്പുളി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചമ്പുളി കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ചാറ് ഇനി പോണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വറുത്തതും ഇതൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഴല
മടക്കി ഒന്ന് കെട്ടി വയ്ക്കാം. നമ്മൾ കറികൾ കുറച്ചുള്ളെങ്കിൽ ഇതുപോലെ പൊതിച്ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ നല്ല പോലെ ഒന്ന് മടക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊണിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഊണിൻ്റെ സമയമായിട്ടുണ്ട്. നമുക്കിത് ഇത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കറികളും അത്യാവശ്യം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ചോറിൽ ആ വാഴയിലയുടെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതിച്ചോറ് കഴിച്ച ഫീൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പൊതിച്ചോറ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ അടിപൊളി ചോറ്